നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേടിയും ഭയവും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല തൃശൂർ തലോർ സ്വദേശിയായിട്ടുള്ള അമ്മിണിക്ക്. ഇന്നലെ പുലർച്ചെ കോഴിക്കോട് നിന്ന് ട്രെയിൻ വിട്ട ഉടനെയാണ് മോഷ്ടാവ് പണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് അമ്മിണിയെ പാളത്തിലേക്ക് ചവിട്ടി തള്ളിയിട്ടത്. പിന്നെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ട്രെയിൻ യാത്രയ്ക്കിടെ ബാഗ് തട്ടിപ്പറിച്ച് മോഷ്ടാവ് റെയിൽ പാളത്തിലേക്ക് ചവിട്ടി തള്ളിയിട്ടതിന്റെ ഓർമ്മകൾ ഇപ്പോഴും അമ്മിണിയെ വേട്ടയാടുന്നുണ്ട്. സ്ലീപ്പർ ടിക്കറ്റിലായിരുന്നു അമ്മിണിയുടെ യാത്ര. മോഷ്ടാവ് അടുത്ത ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ S1 കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന 64-കാരിയായ അമ്മിണിയെ ഇന്നലെ പുലർച്ചെയാണ് മോഷ്ടാവ് ആക്രമിച്ചത്. പുലർച്ചെ 4:30 ശുചിമുറിക്ക് സമീപം വെച്ച് ഇവരുടെ ബാഗ് മോഷ്ടാവ് തട്ടിപ്പറിച്ചു. ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മിണിയെ മോഷ്ടാവ് ചവിട്ടി ട്രെയിനിൽ പുറത്തേക്ക് തള്ളിയിട്ടു. അമ്മിണിക്കൊപ്പം സഹോദരനും ഉണ്ടായിരുന്നു. ഇവരുടെ ബഹളം കേട്ട് സഹയാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ചു. ട്രാക്കിലേക്ക് വീണതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ട്രെയിൻ കടന്നുപോയതായും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അമ്മിണി പറയുന്നു. തൃശൂരിൽ ഇറങ്ങേണ്ടിയിരുന്നതിനാൽ തന്നെ അമ്മിണിയും അനിയൻ വർഗീസും ഉറക്കം ഉണർന്നിരുന്നു. സഹോദരന്റെ വീട്ടിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മുംബൈയിൽ നിന്ന് വരികയായിരുന്നു സഹോദരങ്ങൾ. വാതിലിനരികിലുള്ള സീറ്റിലാണ് ഇരുവരും ഇരുന്നത്. യുവാവ് ബാഗ് തട്ടിപ്പറിച്ചോടുകയും ഓടാൻ നോക്കുകയും ചെയ്തു. 64-കാരിയായ അമ്മിണി ബാഗിൽ നിന്ന് പിടിവിട്ടില്ല. പിടിവലിക്കിടെ ഡോറിനരികിലെത്തി. ഇതോടെ യുവാവ് ഒറ്റ ചവിട്ടിന് അമ്മിണിയെ പുറത്തേക്കിട്ടു. ട്രെയിനിലെ വേഗം കുറവായിരുന്നു, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. S1 കോച്ചിന്റെ വാതിലിനോട് ചേർന്ന സൈഡ് സീറ്റുകളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. തൊട്ടരികിലെ ട്രാക്കിൽ ട്രെയിനും കടന്നു പോകുന്നു. തലയിൽ നിന്ന് രക്തപ്രവാഹവും മറ്റ് യാത്രക്കാർ നിലവിളിക്കുകയും ചെയ്തു. സഹോദരൻ വർഗീസ് ശുചിമുറിയിൽ നിന്ന് വരുന്നതിനിടയിലാണ് ഇത് കണ്ടത്. ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി അമ്മിണിയെ ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തലയിൽ 5 തുന്നിക്കെട്ടുണ്ട്. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇത് രണ്ടാം ജന്മമാണ്, അമ്മിണി പറയുന്നു. അമ്മിണി തീവണ്ടിയിൽ നിന്ന് വീണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തൊട്ടടുത്ത ട്രാക്കിലൂടെ അദ്യോദയ എക്സ്പ്രസ് കടന്നുപോയിരുന്നു. വീണതിന്റെ 1 മീറ്റർ അകലെ ഇരുമ്പ് പോസ്റ്റും സിഗ്നൽ കമ്പികളും ഉണ്ട്. ഇതിലൊന്നും തട്ടാതെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് നടത്തിയത്. 8500 രൂപ ഉണ്ടായിരുന്നു ബാഗിൽ. ഫോണും പോയി, പിന്നെ ആധാർ കാർഡും. ഫോണിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ മംഗലാപുരത്താണ്. ഏതെങ്കിലും വണ്ടിയിൽ മൊബൈൽ ഫോൺ മോഷ്ടാവ് കയറ്റി വിട്ടതാകാം, അല്ലെങ്കിൽ മോഷ്ടാവ് മംഗലാപുരത്ത് എത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കോഴിക്കോട് തീവണ്ടി നിർത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ വർഗീസ ബാത്റൂമിലേക്ക് പോയി. തീവണ്ടി നീങ്ങി തുടങ്ങിയപ്പോഴാണ് അമ്മിണി എഴുന്നേറ്റ് നിന്ന് സാരി ശരിയാക്കുന്നതിനിടയിലാണ് സീറ്റിലുണ്ടായിരുന്ന ബാഗെടുത്ത് മോഷ്ടാവ് ഓടാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ അമ്മിണി ബാഗിൽ പിടിക്കുകയും പിടിവിടാതെ മോഷ്ടാവിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ബാഗ് ബലമായി തട്ടിയെടുത്ത മോഷ്ടാവ് അമ്മിണിയെ വാതിലിലൂടെ പുറത്തേക്ക് തള്ളിയിട്ടത്. ഇവർ വീണതിന് പിന്നാലെ തന്നെ മോഷ്ടാവും ചാടി. സംഭവ സമയത്ത് കൊച്ചിയിലെ മറ്റു യാത്രക്കാർ ഉറക്കമായിരുന്നു. ശബ്ദം കേട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന സഹോദരൻ വർഗീസാണ് TTEയുടെ സഹായത്തോടുകൂടി ചെയിൻ വലിച്ച തീവണ്ടി നിർത്തിച്ചത്. ചാടിയിറങ്ങിയ വർഗീസ് തീവണ്ടി വന്ന വഴി ഓടി. ഒപ്പം ചില യാത്രക്കാരും. തല പൊട്ടി ചോരയൊലിച്ചു നിന്ന അമ്മിണിയെ തിരിച്ചു കയറ്റി യാത്ര തുടർന്നു. തിരൂരിന് ഇറക്കിയ അമ്മിണിക്കൊപ്പം സഹോദരൻ വർഗീസും സഹയാത്രികൻ താനൂർ സ്വദേശി മുഹമ്മദ് ജനീഫും റെയിൽവേ പോലീസും ഒപ്പം ഇറങ്ങി. അമ്മിണിയെ ആംബുലൻസിൽ ആദ്യം തിരൂരിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയിലെ മുറിവിന് തുന്നലിട്ടു. ഉത്തരേന്ത്യക്കാരനെന്ന് സംശയിക്കുന്ന ഒരാളാണ് മോഷണശ്രമം നടത്തിയതെന്നാണ് അമ്മിണി പോലീസിന് നൽകിയ മൊഴി. തീവണ്ടിക്ക് വേഗം കുറവായതിനാൽ തന്നെ ഇവർ വീണ സ്ഥലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും അപകടമുണ്ടാകാനുള്ള വസ്തുക്കൾ ഇല്ലാതിരുന്നതും രക്ഷയായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിംഗിലും ആന്തരികമായി മറ്റ് പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു. പ്രതിയെ സംബന്ധിക്കുന്ന നിർണായക തെളിവ് ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നു. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് സൂപ്രണ്ട് അരുൺ RB കൃഷ്ണയുടെയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ നവീൻ പ്രശാന്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചു. കവർച്ച നടത്തിയതിനും കവർച്ചയ്ക്കിടെ പരിക്കേൽപ്പിച്ചതിനുമുള്ള കുറ്റം ചുമത്തി റെയിൽവേ പോലീസ് കേസെടുത്തു.